ഹലോ ഫ്ലൈവിലേഴ്സ്, ഇന്ന് ഞാൻ ഒരു മൂവിനെ കുറിച്ചുള്ള വീഡിയോ ആണ് കണ്ടിരുന്നത്. ഇതൊരു സ്പോയിലറോ റിവ്യൂ ഒന്നും ആയിട്ട് കാണരുത്. എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ വില കൊണ്ടുവരികയാണ്. ഞാൻ ഇപ്പോൾ ഓടിക്കുന്നത് പുതിയ ഡിഫൻഡർ ഒക്ടയാണ്. ഇതിൻ്റെ ഡ്രൈവിന് ഇവിടെ ബോംബെയിൽ വന്നപ്പോൾ ഇന്ന് രാവിലെ ടിക്കറ്റ് കിട്ടി. ഫസ്റ്റ് ഷോന് ഇവിടെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മൂവി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ബിഗ് കംബാക്കാണ്. പൃഥ്വിരാജിൻ്റെ ഡയറക്ടർ ബ്രില്യൻസും എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും അട്രാക്ഷനായി തോന്നിയെന്ന് ഫസ്റ്റ് ലൂസിഫറിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇതിലുള്ളൊരു കാര്യം വണ്ടികളാണ്. ലൂസിഫറിൽ ആ മൂവി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ലാസ്റ്റ് മൊമെൻറ്റിൽ ആ ഖുറേഷി അബ്രാമിൻ്റെ ഒരു അൺവീലിംഗ് ആണ്. അവിടെ കൊണ്ടുവന്നിരുന്ന ഫ്രെയിമും വണ്ടികളെല്ലാം തന്നെ റൈറ്റ് ചോയ്സും റൈറ്റ് ബെറ്റും ആയിരുന്നു. ഞാൻ ഒരുപാട് ചെയ്യണമെന്ന് വെച്ചിരുന്ന ഫ്രെയിമിങ്ങും അതുപോലെ തന്നെ സിറ്റുവേഷനിലായിരുന്നു അതിൽ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ മൂവിയിലും ഒരുപാട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന വണ്ടികൾ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു ചെറിയൊരു ബ്രീഫാണ്. ഇതൊരു സ്പോയിലറായിട്ടൊന്നും കാണരുത്, ബട്ട് ഒരു എൻകറേജ്മെന്റ് ആണ് ഈ ഒരു മൂവി കാണാൻ. വണ്ടി പ്രാന്തമാർക്ക് ഒരു എൻകറേജ്മെന്റ് ആണ്. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദാറ്റ് ഇൻ ദിസ് എപ്പിസോഡ്. ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവീൽ. നമ്മളിപ്പോൾ ഉള്ള ലോനാവാലയാണ്. ഞാൻ അന്ന് രാവിലെ ബോംബെയിൽ നിന്നാണ് മൂവി കണ്ടിരുന്നത്. അതിൻ്റെ ശേഷം നമ്മൾ പുതിയ ഡിഫൻഡർ ഒക്ടൻ്റെ ഷൂട്ടായിട്ട് ഇവിടെ വന്നു. ഷൂട്ടെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് വീഡിയോ ചെയ്യുന്നത്. വൈകിട്ടായിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ റിലീസ് ചെയ്യും, ഇല്ലെങ്കിൽ നാളെ, അതായത് നിങ്ങൾ സെക്കൻഡ് ആയിരിക്കും കാണുന്നുണ്ടാവുക. എന്തായാലും എനിക്കിവിടെ പറയാനുള്ള വണ്ടികളെ കുറിച്ച് തന്നെയാണ്. പൃഥ്വിരാജിൻ്റെ ഒരു വണ്ടിയോടുള്ള കണക്ഷൻ ശരിക്കും ആ ഒരു സ്ക്രിപ്റ്റിലും അതുപോലെ തന്നെ മൂവി ഡയറക്ഷനിലും വന്നിട്ടുണ്ട്. കാരണം ഓരോ സിറ്റുവേഷനും ഓരോ കാലഘട്ടത്തിനും അതേപോലെ തന്നെ ഓരോ ക്യാരക്ടറിനും അനുയോജ്യമായിട്ടുള്ള വണ്ടികളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ലൂസിഫറിൽ കണ്ടിരുന്ന 1-2 വണ്ടികൾ ഇതിലുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള കുറേ വണ്ടികളും നമ്മൾ ട്രെയിലറിലും ടീസറിലെല്ലാം കാണും ചെയ്തു. എന്നാൽ അതിൻ്റെ പുറമേയും കുറേ വണ്ടികളുണ്ട്. ഇതൊന്നും തന്നെ ഞാൻ സ്ക്രീനിൽ നിന്നുള്ള ഷോട്ടോ അല്ലെങ്കിൽ വീഡിയോസൊന്നും ഒന്നും എടുക്കുന്നില്ല. ഞാൻ കണ്ടത് ജസ്റ്റ് വണ്ടികൾ ഏതൊക്കെയാണെന്നുള്ള മെൻഷൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്ന ആ പഴയ ലാൻഡ് മാസ്റ്റർ അംബാസിഡർ തന്നെയാണ്. അത് ഈ മൂവിയിലും ഉണ്ട്. 666 നമ്പർ, അത് ഒറിജിനൽ നമ്പർ അല്ല എങ്കിലും നമ്മുടെ നന്ദു എന്ന് പറഞ്ഞ ആക്ടർ വണ്ടിയാണെന്നാണ് എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ആ വണ്ടി ഈ മൂവിയിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ലൂസിഫറിനും എടുത്തിട്ടുള്ള ഒരു വണ്ടി കണക്ട് ചെയ്ത് നിൽക്കുന്നത് മഞ്ജു വാര്യറിൻ്റെ ക്യാരക്ടറിൻ്റെ Audi A8 ആണ്. ഇത് രണ്ടും നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ആ കണക്ഷൻ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ കാണുന്ന കുറേ വണ്ടികളുണ്ട്. പക്ഷെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് വണ്ടികൾ അതാണ് മാത്രമാണ് ഇവിടെ പറയുന്നത്. അതിൽ എനിക്ക് ഫസ്റ്റ് നോട്ടീസ് ചെയ്തൊരു കാര്യം, ഒരു സിറ്റുവേഷനിൽ പഴയ നിസാൻ ലോറൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താ സിറ്റുവേഷൻ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ആ സിറ്റുവേഷനിൽ ലോറൽ കറക്റ്റ് മാച്ചാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ അത് ടോപ്പ് ആൻഡ് ജാപ്പനീസ് ലക്ഷറി കാർ ആയിരുന്നു. അപ്പോൾ ആ സിറ്റുവേഷനിലേക്ക് ആ വണ്ടി മാച്ചാണ്. പിന്നെ വന്നിരിക്കുന്ന അടുത്തൊരു ക്യാരക്ടർ വരുന്നത് W123ലാണ്. W123 സെയിം കാലഘട്ടത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു ഡോൺ വെഹിക്കിൾ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു വെഹിക്കിളിൽ അത് വന്ന് അത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ പിന്നെ നമ്മൾ ടീച്ചറിലെല്ലാം കണ്ട ഒരു JCB വന്നിട്ടുണ്ട്. അത് ഫ്രണ്ട് ഇങ്ങനെ ഒരു എക്സ്ട്രാ എലമെൻറ്റ്സ് എല്ലാം നമ്മൾ ബാഹുബലി കണ്ട പോലെ വെച്ചിട്ടുള്ള സാധനമുണ്ട്. അത് ഞാൻ റൂൾ ഔട്ട് ചെയ്യാണ്. പക്ഷേ അവിടെ തന്നെ വേറെയും കുറേ വണ്ടികൾ, ട്രാക്ടേഴ്സ് എല്ലാം വന്നിരിക്കുന്ന പഴയ മോഡൽ ട്രാക്ടേഴ്സ് എല്ലാം ആയിട്ടാണ് കൊള്ളിച്ചിട്ടുള്ളത്. മാസി ഫെർഗൂസണും അങ്ങനത്തെ പഴയ മോഡൽസാണുള്ളത്. അപ്പോൾ അതും ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പീരിയോഡിക്കൽ കണക്ട് ഒരുപാട് നടക്കുന്നുണ്ട്. പിന്നെ ഉള്ള മറ്റു വണ്ടികൾ എന്ന് പറഞ്ഞാൽ മെർസിഡീസിൻ്റെ ഒരുപാട് വണ്ടികളൊക്കെ കാണാം. അതിൽ G-Wagon ഉണ്ട്. G-Wagon തന്നെ ലേറ്റസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ പഴയതുണ്ട്. പഴയതെന്ന് പറഞ്ഞാൽ ഓൾഡ് അല്ല, നമ്മൾ ഇന്ത്യയിലെല്ലാം ആദ്യം വന്നിരുന്ന G55, 63 മോഡലിലുള്ള വണ്ടികളുണ്ട്. മെർസിഡീസിന് ഒരുപാട് വണ്ടികൾ നമുക്ക് കാണാം. അതിൽ GLS, GL എല്ലാം വന്നിട്ടുണ്ട്. S ക്ലാസ് വന്നിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് 223 ഉണ്ട്. അതുപോലെ തന്നെ 222 ഒരു ഫ്രെയിമിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മെർസിഡീസ് കാണാം നമുക്ക്. പിന്നെ ഇന്ത്യയിൽ മാത്രമല്ല പുറത്തെല്ലാം വന്നുകൊണ്ട് തന്നെ ഒരുപാട് കണക്ട് ചെയ്യുന്ന വണ്ടികളുണ്ട്. അതിൽ ഏറ്റവും എക്സൈറ്റ് ആയി നിൽക്കുന്ന ഒരു വണ്ടി എനിക്ക് തോന്നുന്നു ഓഷ്കോഷിൻ്റെ ഒരു മിലിറ്ററി ട്രക്കാണ്. ഹംവിക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് വന്നിരുന്ന ഒരു MATV എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രക്കുണ്ട്. അപ്പം അത് വന്നിട്ടുണ്ട്. ട്രക്കിനെ കുറിച്ച് വരുമ്പം വേറെയും ട്രക്സ് ഉണ്ട്. ചിലതെല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ട്രക്കാണ്. പിന്നെ ഒരു പഴയ AM ജനറലിൻ്റെ ഒരു മിലിറ്ററി ട്രക്കും നമുക്ക് കാണാം. അതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രക്കാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും ഹംവി അല്ലെങ്കിൽ ഹമ്മർ H1. അപ്പോൾ ഹംവി മിലിറ്ററി സ്പെക്കിലുള്ള ഹംവി നമുക്ക് കാണാം. അതും നമ്മൾ ടീസറിലെല്ലാം കണ്ടിട്ടുണ്ടാവും. അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അതേപോലെ തന്നെ ട്രെയിലറിലെല്ലാം ഈ വണ്ടികളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കാണാവുന്നത് അമേരിക്കൻ വെഹിക്കിൾസ് കുറച്ച് കാണാം. അതിൽ കാഡിലാക്കിൻ്റെ എസ്ക്ലേഡ് ഉണ്ട്, GMCൻ്റെ സബർബൺ ഉണ്ട്. പിന്നെ കുറച്ച് ഒരു ബാക്ക്വേർഡായി നിൽക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് കാണാവുന്ന മിത്സുബിഷി പെജോറോ ആണ്. അപ്പം അങ്ങനെ കണക്ട് ചെയ്യാവുന്ന വണ്ടികളുണ്ട്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുള്ള കുറേ ചോപ്പേഴ്സ് കാണാം. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചോപ്പർ എന്ന് പറയുന്നത് H135 എന്ന് പറഞ്ഞ എയർബസിൻ്റെ ഒരു ചോപ്പറുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ
യൂസഫ് അലിക്ക, പിന്നെ അതുപോലെ തന്നെ രവി പിള്ള, ഇവരെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ചോപ്പറാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന എയർബസിൻ്റെ ഹെലികോപ്റ്റർ. അത് എൻ്റെ കസ്റ്റമൈസിങ് എല്ലാം ചെയ്ത മെർസിഡീസിൻ്റെ ഡിസൈനിലാണ് ഇൻറ്റീരിയർ എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു മിലിറ്ററി ചോപ്പർ ഉണ്ട്, പിന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ചോപ്പേഴ്സും നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് പ്രൈവറ്റ് ജെറ്റ്സ് ഉണ്ട്. അതിൽ ഒന്ന് എനിക്ക് തോന്നുന്നു ഗൾഫ് സ്ട്രീമിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട് ഒരു ഫ്ലൈറ്റ്. ഇത്രയെല്ലാം വണ്ടികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയെല്ലാം ഞാൻ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന വണ്ടികൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ പുറമെ റെഗുലർ ആയിട്ടുള്ള വണ്ടികളുണ്ട്, അതെല്ലാം തന്നെ മാച്ചിങ് ആണ്. ഒരു വണ്ടി കൂടെ ഉണ്ട്, ഞാൻ വിട്ടുപോയിട്ടുള്ളത് ടൊയോട്ട വെൽഫെയർ ആണ്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ പല രീതിയിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി, അപ്പോൾ അതുകൊണ്ട് അതും വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന, ഞാൻ പറഞ്ഞ പോലെ റെഗുലറായിട്ട് നമ്മൾ ചുറ്റുപാടും കാണുന്ന ഓരോ ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കി നോക്കുമ്പം അവർക്ക് മാച്ച് ആവുന്ന തരത്തിലുള്ള വണ്ടികളെല്ലാം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബ്രില്യൻസ് ശരിക്കും ഒരു വണ്ടിയായിട്ട് കണക്ട് ചെയ്ത് വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്ട്രൈക്കിങ്. പലപ്പോഴും എനിക്ക് പല കാലഘട്ടങ്ങളും പല മൂവീസിലും വരുമ്പോൾ അവിടെ വരുന്ന വണ്ടികൾ മാച്ചാകാൻ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഓക്കോർഡായി തോന്നും. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ പുറത്ത് കാണിക്കുന്ന സീന് ചിലപ്പോൾ ഇവിടെ സെറ്റിട്ട് കാണിക്കുമ്പം ഇന്ത്യയിലുള്ള വണ്ടിയായിരിക്കും, ചിലപ്പോൾ പെയിൻറ്റ് ചെയ്യുക നമ്പർ പ്ലേറ്റെല്ലാം വെച്ചാലും ബാക്കിയുള്ള ഇന്ത്യൻ വണ്ടിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് പല ഫിലിംസിലും കാണാം. ഇതിലങ്ങനെ ഉണ്ടെങ്കിൽ കൂടി അതെല്ലാം തന്നെ നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വണ്ടി പ്രാന്തന്മാർക്കുള്ള എലമെൻറ്റ് എമ്പുരാൻ മൂവിയിലുണ്ട്. ഇതൊരു പ്രൊമോഷനോ മൂവി റിവ്യൂയോ സ്പോയിലർ ഒന്നുമല്ല. എനിക്ക് കുറേ കാലത്തിന് ശേഷം റൈറ്റ്ലി കണക്ട് ചെയ്യുന്ന വണ്ടികൾ ഒരു മലയാള മൂവിയിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു വീഡിയോ ചെയ്യണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയോ എന്ന് എനിക്കറിയില്ല, കണ്ടോ എന്നറിയില്ല. ഇല്ലെങ്കിൽ കാണാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരാണെങ്കിൽ എന്തായാലും മിസ്സാക്കണ്ട. ഇനി ഒന്നും ഇല്ലെങ്കിലും മൂവിയിൽ ഈ ഒരു ആസ്പെക്റ്റ് വണ്ടി പ്രാന്തന്മാരുടെ കണ്ണും മനസ്സും എന്തായാലും നിറയ്ക്കും, എനിക്ക് ഉറപ്പുണ്ട്. സോ ഡോണ്ട് മിസ് ഔട്ട്, എൻജോയ് ഇറ്റ്. ഞാൻ എന്തായാലും വിചാരിക്കാതാണ്, ഞാൻ അങ്ങനെ എപ്പോഴും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒന്നും പോകുന്ന ആളൊന്നുമില്ല. ഇന്നിങ്ങനെ സിറ്റുവേഷനായി വന്നു, രാവിലത്തെ ടിക്കറ്റും കിട്ടി, നമുക്ക് വണ്ടിയും കിട്ടുന്നതിന് മുന്നേ ഉള്ളൊരു ടൈമിങ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ മാച്ച് ആകുന്നപ്പോൾ കണ്ടു. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്, റിയലി ഗുഡ് മൂവി. എന്തായാലും ഹിറ്റാവുന്ന കാര്യത്തിൽ ഡൗട്ടില്ല, കാരണം ഇപ്പോൾ തന്നെ നമുക്ക് കളക്ഷൻ ഫിഗേഴ്സ് എല്ലാം കുറേ കിട്ടിക്കഴിഞ്ഞു. ഇതെല്ലാം ആണെങ്കിലും ഒരു നല്ലൊരു എൻ്റർടൈനർ ആണെന്നുള്ളതിൽ നോ ഡൗട്ട്. ബാക്കിയെല്ലാം അപ് ടു യു, യു ക്യാൻ ഷെയർ യുവർ റിവ്യൂസ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണ്, അല്ലെങ്കിൽ കാണാനുള്ളവരാണെങ്കിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി അല്ലെങ്കിൽ നിങ്ങൾ നോട്ടീസ് ചെയ്തതിൽ ഏറ്റവും നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യുന്ന വണ്ടി ഏതാണെന്നുള്ള കമൻറ്റ് പറയാം. വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്ത് തന്നെ നമ്മൾ ഈ വണ്ടിയുടെ റിവ്യൂ വരുന്നുണ്ടാവും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അതിൻ്റെ മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത തവണ കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.